75 വർഷത്തിനിടെ UAE കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് ഒരാണ്ട്. മഴ ഇക്കുറി അസാധാരണമായി പെയ്യുമെന്നൊരു മുന്നറിയിപ്പ്. പതിവ് ട്രാഫിക് ബ്ലോക്കിനും മഴ സ്റ്റോറികൾക്കും അപ്പുറം ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന മനുഷ്യർക്ക് ഇത്തവണ തെറ്റി. പട്ടാപ്പകൽ പാതിരാത്രി പോലെ ഇരുണ്ടു മൂടിയ മാനം UAEയിൽ 254 മില്ലിമീറ്ററായി പെയ്തിറങ്ങി. പാതി വെള്ളത്തിൽ വഴിയിൽ കാറിനുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നവർ, മെട്രോ സ്റ്റേഷനുകളിൽ കുടുങ്ങിയവർ, ഫുട്പാത്തും കടന്ന് വെള്ളം കടകൾക്കുള്ളിലേക്ക് കയറുന്നത് കണ്ട് പരുങ്ങിയവർ. എൻ്റെ ഒരു സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ് ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, സാധനങ്ങൾ എടുത്ത് മാറ്റാനും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനും. ഈവനിങ് ഒരു 5 to 6 o'clock ആയപ്പോഴാണ് ഈ വാട്ടർ ലെവൽ പൊങ്ങി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ലൈക്ക് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ബി മച്ച് മോർ എക്സ്റ്റെൻറ്റ്. നെക്സ്റ്റ് ഡേ ആണ് ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത്. ഇടയിൽ ഞങ്ങൾ കട അടച്ചില്ല, കാരണം കട അടച്ചെങ്കിൽ ഒരുപാട് ഫാമിലിയൊക്കെ താമസിക്കുന്നതാണ്. കട അടക്കാതെ തന്നെ എല്ലാ വീട് വാട്ടർ വന്നിടത്തെല്ലാം ഡെലിവറി ചെയ്തു. 18 മണിക്കൂറോളം വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി കാലൊക്കെ പോയച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. കൊടും വെയിലിൽ അമൃത് പോലെ പെയ്തിറങ്ങുന്ന മഴയല്ലാതെ ഇരച്ചെത്തിയ പ്രളയജലത്തെ നേരിടാൻ UAE അന്ന് സജ്ജമായിരുന്നില്ല. എങ്കിലും സർവ്വസന്നാഹവും ഞൊടിയിടയിൽ സജീവമായി. വിശ്രമമില്ലാതെ പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം നിരത്തിലിറങ്ങി. കൈമെയ് മറന്ന് പോറ്റമ്മ നാടിനു വേണ്ടി പ്രവാസികളും സജീവമായി. ഷാർജയിൽ 700-ലേറെ ടാങ്കർ ലോറികൾ നിർത്താതെ വെള്ളം വലിച്ചെടുത്ത് തലങ്ങും വിലങ്ങും ഓടി. ആ ദിവസങ്ങൾ പിന്നിട്ട് വർഷം 1 കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഒരു തീരുമാനമെടുത്തിരുന്നു: ഇനി ഏത് വലിയ വെള്ളപ്പൊക്കം വന്നാലും നമ്മൾ ചെറുക്കുമെന്ന്. അതൊരു വെറും വാക്കായിരുന്നില്ല. നഗരത്തിലെ വെള്ളപ്പൊക്കം തടയാൻ 143 കോടി ദർഹം ചിലവഴിച്ച് വിപുലമായ ഡ്രെയിനേജ് പദ്ധതിയാണ് ദുബായ് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരാതിരിക്കാം. അതിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് ഈ രാജ്യത്തെ കണ്ട് തന്നെ പഠിക്കണം.